ലഹരി കേസിന്റെ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും. ഓം പ്രകാശിനെതിരായ ലഹരി കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേരും. ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ എന്നിവർ ഓം പ്രകാശിന്റെ മുറിയിലെത്തിയിരുന്നു. കേസിൽ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചു. താരങ്ങളുടെ മൊഴിയെടുത്തേക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺകുമാറുണ്ട്. കിരൺ, ഓം പ്രകാശിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. തുടർന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിലാണ് പ്രയാഗ മാർട്ടിന്റെയും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് ഈ ഓം പ്രകാശ് അടക്കം രണ്ടുപേരെ കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് പോലീസ് സംഘം പിടികൂടിയത്. ഇവർ ലഹരി ഇടപാടുകൾ നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തുകയും പിന്നെ ഇവരെ രണ്ടുപേരെയും പിടികൂടിയത്. ഇതിൽ ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ നിന്നടക്കം ഇന്നലെ ലഹരി മരുന്നും ഒപ്പം തന്നെ മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു. ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ അടക്കം പേര് പരാമർശിക്കുന്നത്. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഇവരുടെ മുറിയിലെത്തിയിരുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ 20ഓളം പേർ ഇവരുടെ മുറിയിൽ ഇന്നലെ എത്തിയതായിട്ട് തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ രണ്ടു പേരാണ്. മാത്രവുമല്ല, ഈ ഓം പ്രകാശിന് വേണ്ടി മുറി ബുക്ക് ചെയ്തിരുന്നത് ബോബി ചലപതി എന്ന ഒരു വ്യക്തിയുടെ പേരിലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാര്യം ഈ ഓം പ്രകാശ് വളരെയധികം കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ക്രിമിനലാണ്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. ഇയാൾ പലതവണ കൊച്ചിയിൽ ലഹരി മരുന്ന് ഇടപാടുകളുമായി വന്നിരുന്നു. ആ സമയത്തെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒരു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇയാളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് മറ്റൊരു പേരിൽ ഓം പ്രകാശ് ഇന്നലെ മുറി ബുക്ക് ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്ന് മുറികളായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഈ ഹോട്ടലിലെ 1421, 1423, 1506 ഇങ്ങനെ 3 മുറികളിലായിട്ടായിരുന്നു ഇവർ ബുക്ക് ചെയ്തിരുന്നത്. ഇതിൽ 1421 നമ്പർ മുറിയിലാണ് ഓം പ്രകാശും ഇയാളുടെ കൂട്ടാളിയും താമസിച്ചിരുന്നത്. ഈ കേസിൽ 2ാം പ്രതിയായിട്ടാണ് ഓം പ്രകാശിനെ ചേർത്തിരിക്കുന്നത്. ഏതായാലും സിനിമ മേഖലയിൽ നിന്നുള്ള അടക്കം ആളുകൾ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഓം പ്രകാശ് നിരവധി തവണ വിദേശത്ത് നിന്നടക്കം കൊക്കൈൻ എത്തിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇന്നലെ കൊച്ചിയിൽ ഒരു വലിയ DJ പാർട്ടി നടന്നിരുന്നു. ഈ പാർട്ടിയിലേക്ക് വിതരണം ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഇവർ ലഹരി മരുന്ന് എത്തിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇവരുടെ മുറിയിലും ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള DJ പാർട്ടി നടത്തിയിരുന്നു എന്നാണ് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ ഏതായാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലടക്കം ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വലിയ ഒരു പരാമർശമുണ്ടായിരുന്നതാണ്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ലൈംഗിക ആരോപണ കേസുകളിൽ നടത്തിയ അന്വേഷണം അല്ലെങ്കിൽ ആ ഒരു ചൂട് ഈ ഒരു കാര്യത്തിൽ കൂടി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ആ സമയത്ത് പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നൊരു കാര്യം, പരാതിക്കാരായിട്ട് ആരും തന്നെ വന്നിട്ടില്ല, ഇരകളായിട്ടുള്ള ആളുകൾ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു ന്യായം പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നേരിട്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാവുകയാണ്. 2 താരങ്ങളുടെ പേര് തന്നെയാണ് പ്രധാനമായിട്ടും ഈ കേസിൽ പോലീസ് പരാമർശിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ പ്രയാഗ മാർട്ടിനും. ഇതിൽ നേരത്തെ ഈ ശ്രീനാഥ് ഭാസിയുടെ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഇടയ്ക്ക് തന്നെ സിനിമാ മേഖലയിൽ നിർമ്മാതാക്കൾ ഇയാളെ ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്. ഏതായാലും ഈ സംഭവങ്ങളിലൊന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഏതായാലും സിനിമാ മേഖലയിൽ നിന്നുള്ള 2 പേരും ഒപ്പം തന്നെ മറ്റ് 20 പേര് അവർ എന്തിനൊക്കെ വേണ്ടി ഈ റൂമിലേക്ക് എത്തിയിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളിൽ പ്രധാനമായിട്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കോടതി ഓം പ്രകാശിന് ജാമ്യവും അനുവദിച്ചിരിക്കുകയാണ്. ഈ ഓം പ്രകാശ് ഈ ലഹരി ഉപയോഗിച്ചതിനായിട്ട് തെളിവില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ കാര്യം ഇതാണ്, ലഹരി ഉപയോഗിച്ചില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു നിരീക്ഷണം. എന്നിരുന്നാൽ പോലും കർശനമായ വ്യവസ്ഥകൾ ഈ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ പോലീസ് വിളിപ്പിച്ചാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ 20 പേരെയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി അടക്കമുള്ള ആളുകളെയും ഇനി വരും ദിവസങ്ങളിൽ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത.
കിരൺ, ഈ പ്രയാഗ മാർട്ടിൻ അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസി കൂടാതെ മറ്റ് ഇവരുൾപ്പെടെയുള്ള 20 പേരാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. 20 പേരുടെ പേരുകളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. ഈ 20 പേരെയും പോലീസ് വിളിച്ചു വരുത്തി വിശദമായ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ദൃശ്യ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ചില പേരുകൾ വായിക്കാം. അനൂപ്, ബൈജു, അനൂപ് ലൂയിസ്, ഒപ്പം തന്നെ അരുൺ, അലോഷി, സ്നേഹ, ടിപ്സൺ, ശ്രീദേവി, രൂപ, പാപ്പി, ഇങ്ങനെ ഒരു പേരുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ആളുകൾ, ഇവരുടെ എല്ലാം തന്നെ ബാക്ക്ഗ്രൗണ്ടുകളും ഇനി ഏതായാലും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇന്നലെ തന്നെ വിശദമായ ചോദ്യം ചെയ്യലുകൾ ഈ ഓം പ്രകാശിനെയും ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ആളെ അടക്കം ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മുറി പരിശോധിച്ച സമയത്ത് പോലീസ് സംഘത്തിന് ഇത്തരത്തിലുള്ള തെളിവുകൾ, അതായത് രാസലഹരി ഉപയോഗിച്ചിരുന്നതായിട്ടും ഇവർ കൊണ്ടുവന്നതായിട്ടും ഈ മുറിയിൽ നിന്ന് ഇതിൻ്റെ തെളിവുകളും ലഭിച്ചിരുന്നു. എന്നാൽ ഇവർ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു കണ്ടെത്തൽ പോലീസിന് നടത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഈ ആളുകളെ വരും ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ ഓം പ്രകാശിനെയും കൂടുതലായി തന്നെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു ആവശ്യം കൂടി കോടതിയിൽ പോലീസ് ഉന്നയിച്ചിരുന്നു. ഏതായാലും ആ കാര്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഏതായാലും ആളുകളെ, ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള 20ഓളം പേരെ, ഇവരെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ദൃശ്യ കിരൺ, ഹേമ കമ്മിറ്റിയിൽ പ്രധാനമായി എടുത്തു പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നായിരുന്നു സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം. അതുപോലെ ഇപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഓം പ്രകാശുമായി സിനിമാ മേഖലയിലെ മറ്റുള്ളവർക്ക് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ദൃശ്യയിലും ഈ ഓം പ്രകാശ് എന്നുള്ളത് കേരളത്തിൽ തന്നെ വളരെയധികം കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവാണ്. നേരത്തെ പോൾ മുത്തൂറ്റ് വധക്കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി. എന്നാൽ ഇയാൾ കഴിഞ്ഞ ഏതാനും കുറേ സമയങ്ങളായിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒതുങ്ങി നിൽക്കുകയും ഒപ്പം തന്നെ കഴിഞ്ഞ വർഷമാണ് ഇയാൾക്കെതിരായിട്ട് വീണ്ടും ഒരു കേസുകളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വെച്ച് ഒരാളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഗുണ്ടാക്രമണവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഓം പ്രകാശിൻ്റെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇയാൾ ഈ കൊക്കൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാസലഹരിയുടെ വിതരണവുമായി, ലഹരി മരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകാൻ സാധിക്കുന്നത്. കാര്യം ഇയാൾ പലതവണ ഇങ്ങനെ ലഹരി ഇടപാടുകൾക്കായിട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇവർ ലഹരി എത്തിച്ചിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പലതവണ ഇയാൾ കൊച്ചിയിൽ വരുന്നതായിട്ട് അറിഞ്ഞ് പലപ്പോഴും പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഇയാൾ ഒളിവിലേക്ക് പോകുക അല്ലെങ്കിൽ പോലീസിന്റെ കൺവട്ടത്ത് നിന്ന് മറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇങ്ങനെ ഇയാൾക്കായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏതായാലും ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് നാർക്കോട്ടിക് ഇതുപോലെ കൂടുതൽ സിനിമാ മേഖലയിലെ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ദൃശ്യ ഏതായാലും ഈ കേസിൽ തന്നെ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഈ കാര്യം തന്നെയാണ് പോലീസും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സിനിമാ താരങ്ങളുടെ ഒപ്പം തന്നെ ഈ റൂം സന്ദർശിച്ച 20 പേരുടെയും പേരെടുത്ത് പറയുന്ന പോലീസ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഓം പ്രകാശ് അടക്കമുള്ള ആളുകളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ മറ്റാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഇവർ തന്നെ ഈ ശ്രീനാഥ് അബ്ബാസിയും ഒപ്പം തന്നെ പ്രയാഗ മാർട്ടിനും എന്തിനിവരുടെ മുറിയിലെത്തി എന്നുള്ളൊരു കാര്യം വലിയൊരു ചോദ്യം തന്നെയാണ്. ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ ലഹരി ഉപയോഗിച്ചുള്ള DJ പാർട്ടിയിൽ ഇവരും ഭാഗമായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ടുള്ളൊരു പരിശോധനയ്ക്ക് പോലീസിന് സമയം ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതാൻ കഴിയില്ല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോലീസ് എത്തുകയും പിന്നീട് ഓം പ്രകാശിനെ കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് ഈ സമയം വരെ കോടതിയിലേക്ക് എത്തിക്കുന്നത് വരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കൂടുതലായിട്ട് തന്നെ ഇവരുടെയൊക്കെ ബന്ധം വ്യക്തമാകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ശ്രീനാഥ് ഭാസി അടക്കമുള്ള ഈ സിനിമാ താരങ്ങളെയും ചോദ്യം ചെയ്തേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ നിർമ്മാതാക്കൾ ഈ ശ്രീനാഥ് ഭാസിയെ മാറ്റി നിർത്തുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് അനാവശ്യമായിട്ടുള്ള രീതിയിൽ വലിയ രീതിയിൽ തന്നെ ഇയാൾ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു
ഇയാൾക്കെതിരായിട്ട് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന അടക്കം നടപടിയുമായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇങ്ങനെ സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ ലഹരി ഒഴുകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിരുന്നതാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശിച്ചിരുന്നു. എന്നാൽ അതിലൊരു കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് സിനിമാ താരങ്ങളുടെ പേര് തന്നെ പരാമർശിച്ചുകൊണ്ട് ഒരു വലിയ ലഹരി പാർട്ടി ശൃംഖലയുടെ മായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇവരുടെ പേരിങ്ങനെ പരാമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള മറ്റുള്ള ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നേരത്തെയും പരിപാടികൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധന വേണ്ടിവരും. ആ കാര്യം പോലീസ് അവരുടെ റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഓം പ്രകാശ് പലതവണ കൊച്ചിയിൽ വന്നിരുന്നതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സിനിമാ മേഖലയിലുള്ളവർക്കും ഒപ്പം തന്നെ മറ്റ് മേഖലയിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന മറ്റ് ആളുകൾക്കും ഇത് വിതരണം ചെയ്തിരുന്നതിൽ കണ്ണിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗം അത് ഓം പ്രകാശ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഈ കേസിൻ്റെ പുറത്തു വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം അതിൻ്റെ പ്രാരംഭിക ഘട്ടത്തിൽ മാത്രമാണ്. ഇനി കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. ഇനി നടക്കുന്ന അന്വേഷണങ്ങളിൽ കൂടുതൽ പേരുടെ പേര് വരും. അത് സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നോക്കിയിരുന്ന് കാണേണ്ടത്. ദൃശ്യ കിരൺ, ആരുടെ പേരിലാണ് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓം പ്രകാശിന് മുറി എടുത്തു കൊടുത്തത്? ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ബോബി ചലപതി എന്ന ഒരാളുടെ പേരിലാണ് ഈ 3 മുറികളും ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ പ്രധാനപ്പെട്ട ആളുകൾ ഈ പ്രയാഗ മാർട്ടിൻ ഒപ്പം തന്നെ ശ്രീനാഥ് ബാസി ഈ 2 താരങ്ങളുടെ പേരാണ് ഈ സമയത്ത് ഉയർന്ന് വരുന്നത്. എന്നാൽ പോലും ഈ കേസിന്റെ അന്വേഷണം അത് പ്രാരംഭിക ഘട്ടത്തിലാണ് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് നടക്കുന്ന അന്വേഷണങ്ങളിൽ ഒരുപക്ഷെ സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ പേരുകൾ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഈ 3 മുറികളും ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്നത് ഓം പ്രകാശിന് വേണ്ടി മറ്റൊരാളാണ്. പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഇയാൾ പലതവണ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെത്തിയപ്പോൾ സമയത്തെല്ലാം തന്നെ പോലീസ് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യം ഈ വിവരങ്ങൾ പോലും ഓം പ്രകാശിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബോബി ചലപതി എന്ന ആളുടെ പേരിൽ റൂം ബുക്ക് ചെയ്തത്. ഓം പ്രകാശിന്റെ പേരിൽ റൂം ബുക്ക് ചെയ്താൽ അത് പോലീസിന്റെ അറിവിലേക്ക് എത്തും. അതുകൊണ്ട് പോലീസ് എത്താനുള്ള ഒരു സാധ്യത കണക്ക് കൂട്ടി തന്നെ ഇയാൾ മറ്റൊരു പേരിൽ റൂം ബുക്ക് ചെയ്യുകയും ഇവിടെ ഒളിവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു DJ പാർട്ടി നടത്താനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത്. ഏതായാലും 20 പേരുടെ പേരുകളാണ് ഇപ്പോൾ ഈ 3 മുറികളിലായിട്ട് സന്ദർശിച്ചവരുടേതായിട്ടുള്ള പേരുകൾ പുറത്തു വരുന്നത്. ഇനി കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ദൃശ്യ ഇപ്പോൾ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിനെതിരായ ലഹരി കേസിലാണ് ഇപ്പോൾ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഓം പ്രകാശിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഓം പ്രകാശിന് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിൻ്റെയും അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിയുടെയും പേരുൾപ്പെടെ 20ഓളം പേരുകളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് നൽകിയിട്ടുള്ളത്. ഇരുവരും ഓം പ്രകാശിനു വേണ്ടി കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറി എടുത്ത് നൽകിയിരുന്നു. ഈ മുറിയിൽ ഇരുവരും സന്ദർശിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉടനെ കേസിന്റെ പ്രാഥമിക ഘട്ട അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. താരങ്ങളുടെ മൊഴിയും എടുത്തേക്കും.